മക്കളെ ക്ലാസ് മിസ്സാവുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ ഹസീബ്. ഈ ഒരു എയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ നിർമ്മിച്ച എ ടീച്ചറാണ് എജുവോട്ടയെ. ഈ ഒരു എ ടീച്ചർ ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്കൂളുകളിൽ ഒരു ടീച്ചർ ലീവാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആ ഒരു പീരീഡ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കാറ്. അതുവഴി കുട്ടികൾ അവരുടെ വിലപ്പെട്ട പഠന സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യാറ്. അതിനൊരു പരിഹാരമായാണ് ഞങ്ങൾ ഒരു എ ടീച്ചറെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു എ ടീച്ചറെ ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ ഒഴിവു സമയങ്ങൾ കൂടുതൽ വിജ്ഞാനപ്രദമാക്കാനും അവരുടെ പഠനവുമായുള്ള താല്പര്യം വരെ വർദ്ധിപ്പിക്കാനും ഒരു എ ടീച്ചർ സഹായിക്കും. ഈ ഒരു എ ടീച്ചറെ കുട്ടികൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികൾക്ക് ഉപയോഗിക്കാം. കൂടാതെ ഈ ഒരു എ ടീച്ചറിൽ ധാരാളം അഡ്വാൻസ്ഡ് ആയ ഫീച്ചറുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ്, iOS എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ. എന്നാൽ എജുബോട്ടയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള എജുബോട്ട് OS ആണ് റൺ ചെയ്യുന്നത്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് രണ്ട് കമ്പൈനർ ആപ്പ് ഉണ്ട്. ഒന്നാമത്തെ ആപ്പാണ് എജു കണക്ട്. ഈ ഒരു ആപ്പ് ടീച്ചേഴ്സിന് ഉള്ളതാണ്. ടീച്ചേഴ്സിന് എജുബോട്ടയുടെ എല്ലാവിധ അഡ്മിൻ ആക്സസും കൂടാതെ ടീച്ചറിനെ മൂവ് ചെയ്യാനുള്ള ഒരു ആക്സസ് കൂടെയാണ് ഈ ഒരു ആപ്പ് ടീച്ചറിന് നൽകുന്നത്. രണ്ടാമത്തെ കമ്പൈനർ ആപ്പാണ് എജുമേറ്റ്. ഈ ഒരു ആപ്പ് കുട്ടികൾക്കുള്ളതാണ്. കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ സ്കൂളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലൈവായിട്ട് ആപ്പിലൂടെ ക്ലാസ്സുകൾ കാണാനും നോട്ട്സുകൾ ലഭിക്കുകയും ടീച്ചറുമായി ചാറ്റ് ചെയ്യാനും ഇന്ന് നിരവധി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ആപ്പ് കുട്ടികൾക്ക് നൽകുന്നത്. ഈ ഒരു എജുബോട്ടയായി ആർഡിനോ യൂനോ, മോട്ടോർ ഡ്രൈവർ, ബ്ലൂടൂത്ത് കൺട്രോളർ, RFID കാർഡ്, RFID റീഡർ, വൈഫൈ മൊഡ്യൂൾ എന്നീ നിരവധി കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ 12ഓളം ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആപ്പാണ് എജുബോട്ട് ഫ്രീ. ഇതൊരു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ എവിടെ ഇരുന്നു കൊണ്ട് തന്നെ ടീച്ചറിനെ കുട്ടികളെ വീഡിയോ കോൾ വഴി ക്ലാസ്സുകൾ എടുക്കുവാനും കുട്ടികൾക്ക് ലൈവായിട്ട് ടീച്ചറുമായി സംസാരിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഇത് നിരവധി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ആപ്പിലൂടെ നമ്മുടെ ടീച്ചറിന് കുട്ടികൾക്ക് നൽകുന്നത്. അടുത്തൊരു ഫീച്ചറാണ് EV ഫയൽസ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ടീച്ചർക്ക് കുട്ടികൾക്കായുള്ള നോട്ട്സ്, ഓഡിയോ, വീഡിയോ, PDF അങ്ങനെ ഏത് തരത്തിലുള്ള ഫോർമാറ്റും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്ന നോട്ട് കുട്ടികൾക്ക് ലൈവായി അപ്പോൾ തന്നെ ഇരുന്ന് കാണാവുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് സ്കൂൾ റിസോഴ്സസ്. സ്കൂളിൽ നടക്കുന്ന എല്ലാവിധ പരിപാടിയുടെയും ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഈ ഒരു ആപ്പിലൂടെ കുട്ടികൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് EV മോഡൽ. ഈ ഒരു ഫീച്ചറിലൂടെ കുട്ടികൾക്ക് തന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജസ് എല്ലാം 3D രൂപത്തിൽ കാണാനും അവയുടെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാനും സാധിക്കും. എക്സാമ്പിൾ ഒരു ലെൻസിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫോട്ടോ എല്ലാം നമുക്ക് ഇതിൽ 3D ആയിട്ട് അവൈലബിൾ ആണ്. അടുത്ത ഫീച്ചറാണ് EV ഡൂഡിൽ. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള ബ്ലാക്ക് ബോർഡിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്. അധ്യാപകരുടെ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്താൽ കുട്ടികളുടെ സ്ക്രീനായിട്ടുള്ള എജുബോട്ട് എയുടെ സ്ക്രീനിൽ കുട്ടികൾക്ക് അത് കാണുവാനും വേണമെങ്കിൽ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്താൽ വലുതാക്കിയിട്ട് ഇത് കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് EV ലൂടെ. കുട്ടികളുടെ ഒഴിവ് സമയങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള ഒറിഗാമി സെലക്ട് ചെയ്ത് അതിന്റെ ട്യൂട്ടോറിയൽസ് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് അത് നിർമ്മിക്കാവുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് EV അറ്റൻഡൻസ്. ഇതിലൂടെ കുട്ടികൾക്ക് തന്റെ സ്വന്തം ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി RFID വഴി അത് സ്കാൻ ചെയ്യുകയും ഡയറക്റ്റായി ഗൂഗിൾ ഷീറ്റിലേക്ക് എൻ്റർ ആവുകയാണ് ചെയ്യുക. എൻ്റർ ആവുന്ന ഡാറ്റ ഡയറക്റ്റായി കുട്ടികൾക്ക് ഈ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കും. അടുത്തൊരു ഫീച്ചറാണ് EV ട്രാൻസ്ലേറ്റർ. കുട്ടികൾക്ക് മറ്റുള്ള ഭാഷകളെ പഠിക്കുവാനും മറ്റ് ഭാഷകളിലേക്ക് വേർഡ്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഈ ഒരു ആപ്പ് ഉപയോഗിക്കാം. ഇതിൽ 10ൽ കൂടുതൽ ഭാഷകളുടെ സപ്പോർട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴ്, സംസ്കൃതം, മലയാളം, അറബി, ഇംഗ്ലീഷ് എന്നീ നിരവധി ഭാഷകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് EV ചാറ്റ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുട്ടിക്കും ടീച്ചർക്കും തമ്മിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു ഫീച്ചറാണ് EV അസിസ്റ്റന്റ്. ഇതൊരു AI പവർഡ് ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ടീച്ചർക്ക് കുട്ടിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഒരു AI ടീച്ചറോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള കൃത്യമായ ഉത്തരം വോയിസ് ആയും ടെക്സ്റ്റ് ആയും ലഭിക്കുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ അവർക്ക് എഴുതിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കും അവർക്ക് റഫറൻസിനായിട്ട് ഉപയോഗിക്കാം. Hey teacher, who is the Prime Minister of India? ഇതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. ഈ ഒരു AI ടീച്ചർക്ക് മൂവ്മെന്റ് ഫീച്ചർ കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മൂവ്മെന്റ് ഫീച്ചർ വഴി AI ടീച്ചർ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാവുന്നതാണ്. അതിന് ഞങ്ങൾ 4 വീൽസും 4 DC മോട്ടോഴ്സ്, ആർഡിനോ യൂനോ, മോട്ടോർ ഡ്രൈവർ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്നീ കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടീച്ചർക്ക് തന്റെ ആപ്പായ എജു കണക്ട് വഴി ഈ ഒരു AI ടീച്ചറെ മൂവ് ചെയ്യിക്കാവുന്നതാണ്. അതിന്റെ കണക്ഷൻ വരുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്.
ഈ ഒരു ടീച്ചറിന് ഒരു സബ്ജക്ട് മാത്രമല്ല അറിയുന്നത്. ഈ ടീച്ചറിന് എല്ലാവിധ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മലയാളം, ഇംഗ്ലീഷ്, അറബി, സംസ്കൃതം, മാത്സ് എന്നിവയുടെ ഏതൊരു ഡൗട്ട് ചോദിച്ചാലും ഈ ഒരു AI ടീച്ചർ ശരി ഉത്തരം പറയുന്നതാണ്. ഇപ്പോ ഈ നമ്മുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന അസൈൻമെന്റ്, സെമിനാർ ഇങ്ങനത്തെ എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ടീച്ചറോട് കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ടീച്ചറുമായിട്ട് സംശയങ്ങൾ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് AI ടീച്ചറുടെ അടുത്ത് പോയിട്ട് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. നന്ദി. നന്ദി.